നമ്മുടെ 4ാം ക്ലാസ്സിലെ ഈ ആനുവൽ എക്സാമിന് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമായിട്ടാണ് മാഷി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും ആരും വിട്ടുപോകാതിരിക്കുക കേട്ടോ. നിങ്ങളെ കൂടെ എക്സാം എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും അധികം സമയം കളയാതെ നേരെ ആ ചോദ്യം പരിചയപ്പെടാം. ഇതാണ് ആ ചോദ്യം. ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ചതുരം തന്നിട്ടുണ്ട്. ഇതിന്റെ 3/4 ഭാഗം കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കളർ 3/4. 3/4 എന്ന് വെച്ചാൽ എന്താ നമ്മൾ എല്ലാരും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് 3/4? 4 കഷ്ണങ്ങളിൽ 3 കഷ്ണം എന്നാണ് അർത്ഥം. താഴെ 4 എന്നുണ്ടെങ്കിൽ ആകെ ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളുണ്ട്. അതിൽ 3 ഭാഗം എന്നാണ് 3/4ന്റെ അർത്ഥം. അപ്പൊ കളർ 3/4 എന്ന് വെച്ചാൽ അതെന്താ പറയുന്നത്? ഇതിനെ 4 ഭാഗമാക്കുക, അതിൽ 3 ഭാഗം നിറം കൊടുക്കാനാ പറഞ്ഞത്. വെറുതെ ഭാഗങ്ങളാക്കിയാൽ മതിയോ? ഇവിടെ നോക്കിക്കേ, 4 ഭാഗങ്ങളാക്കുകയാണ്. ഇങ്ങനെ മുറിച്ചു, ഇങ്ങനെ കുത്തനെ മാഷൊന്ന് മുറിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് മുറിച്ചു, ഇങ്ങനെ ഒന്ന് മുറിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചത്? 1 കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം, 4 കഷ്ണം, 4 കഷ്ണങ്ങളായി. എന്നിട്ട് ഈ 3 ഭാഗങ്ങൾ നിറം കൊടുത്താൽ മതിയോ? ചോദ്യത്തിന് ഉത്തരമായോ? ആയിട്ടില്ല. ഇങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ ചെയ്താൽ ഉത്തരം തെറ്റാണ്. 4 കഷ്ണങ്ങളിൽ 3 കഷ്ണത്തിന് നിറം കൊടുത്താൽ മാത്രം പോരാ. കഷ്ണങ്ങളൊക്കെ വലുപ്പങ്ങൾ സെയിം ആയിരിക്കണം. ഈ കഷ്ണത്തിന്റെയും ഈ കഷ്ണത്തിന്റെയും ഈ കഷ്ണത്തിന്റെയൊക്കെ വലുപ്പം ഏകദേശം സെയിം ആണ്. പക്ഷെ ഈ 4ാമത്തെ കഷ്ണം നോക്കിക്കേ, വലിയതാണ്. എല്ലാ കഷ്ണത്തിന്റെയും വലിപ്പം സെയിം ആയിരിക്കണം. അപ്പൊ അതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. 3/4 ഭാഗം നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാല് ഒരേ വലിപ്പമുള്ള 4 കഷ്ണങ്ങളാക്കുക, എന്നിട്ട് അതിൽ 3 ഭാഗം നിറം കൊടുക്കുക. ഇത് ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളാണോ? അല്ല, ഈ കഷ്ണം വലുതാണ്. അപ്പൊ ഇങ്ങനെ ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കുക, നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കഷ്ണങ്ങളാക്കുക. പക്ഷേ കഷ്ണങ്ങളൊക്കെ വലിപ്പം സെയിം ആയിരിക്കണം. മാഷി ഇങ്ങനെ നടു കൂടെ കുത്തനെ മുറിച്ചു, ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ മുറിച്ചു. ഇപ്പൊ ഏകദേശം ഒരേ വലിപ്പമുള്ളത്, ഇപ്പൊ ഒരേ വലിപ്പമുള്ള 4 കഷ്ണങ്ങളായില്ലേ? കണ്ടോ? ഇപ്പൊ ഈ കഷ്ണത്തിന്റെയും ഈ കഷ്ണത്തിന്റെയും ഈ കഷ്ണത്തിന്റെയും ഈ കഷ്ണത്തിന്റെ ഒക്കെ വലുപ്പം സെയിം ആണ്. ഇപ്പൊ ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളായി. 4ൽ എത്ര കഷ്ണം നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്? 3 ഭാഗം നിറം കൊടുക്കാനാ പറഞ്ഞത്. അതാണ് 3/4 അല്ലെ? 3 ഭാഗം നിറം കൊടുക്കാലോ. ഇനി 1ാമത്തെ കഷ്ണം നിറം കൊടുക്കാണ്. അതേപോലെ തന്നെ 2ാമത്തെ കഷ്ണവും നിറം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ കഷ്ണവും നിറം കൊടുക്കുക. അപ്പൊ എന്തായി? ആകെയുള്ള 4 കഷ്ണത്തില് 1, 2, 3 കഷ്ണത്തിന് നിറം കൊടുക്കലായി. 4 കഷ്ണത്തിൽ 3 കഷ്ണത്തിന് നിറം കൊടുക്കുക, 3 കഷ്ണത്തിന് നിറം കൊടുക്കുക. അതാണ് 3/4 ഭാഗത്തിന് കളർ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടെത്തി അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം. ഇവിടെ എന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദി പിക്ചർ ഗിവൺ ബിലോ ആർ ഷെയ്ഡഡ് 1/4 പാർട്ട്. എന്താ പറഞ്ഞത്? താഴെ തന്ന ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് 1/4 ഭാഗം, അതായത് 4 കഷ്ണത്തിൽ 1 കഷ്ണം കളർ ചെയ്തിട്ടുള്ളത്, 1 കഷ്ണം ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ടോ പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദി കറക്റ്റ് ബോക്സസ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിൽ ഏതൊക്കെയാണോ 1/4 അതിനൊക്കെ ഒരു ശരി അടയാളം ഇടാനാ പറഞ്ഞത്. ചെയ്തൂടെ? ഇതിൽ ഏതൊക്കെയാണ് 1/4? 1/4 എന്ന് വെച്ചാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ആകെ ഒരേ വലുപ്പമുള്ള 4 കഷ്ണം, അതിൽ 1 കഷ്ണം, അതാണ് 1/4. അപ്പൊ 1/4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചത്. ഇതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിന്റെയൊക്കെയാണ് 1/4 ഭാഗം, അതായത് ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാക്കിയിട്ട് 1 ഭാഗം ഷെയ്ഡ് ചെയ്തത്, 1/4 ഭാഗം ഷെയ്ഡ് ചെയ്തത്, ഇതിൽ ഏതൊക്കെ ചിത്രത്തിനാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നോക്കിക്കേ, ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാണോ? 1, 2, 3, 4 ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാണ്. അതിൽ എത്ര കഷ്ണം ഷെയ്ഡ് ചെയ്തു? 1 കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ എന്താണ്? 4 കഷ്ണത്തിൽ 1 കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ 1/4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ മാഷ് ശരിയടയാളം ഇട്ടു. 1/4 ഷെയ്ഡ് ചെയ്തതിനൊക്കെ ശരിയടയാളാണ് പറഞ്ഞത്. ഇനി അതുപോലെ ഇതിന്റെ 1/4 ആണോ ഷെയ്ഡ് ചെയ്തത്? ഇതിന് ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങൾ ഉണ്ടോ? 1 കഷ്ണം, 2ാമത്തെ കഷ്ണം, 2 കഷ്ണങ്ങളേ ഉള്ളൂ. അതിൽ 1 കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ 2 കഷ്ണത്തില് 1 കഷ്ണം ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ പറയാ 1/2 ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് പറയാം. ഒരേ വലുപ്പമുള്ള 2 കഷ്ണങ്ങളാക്കി അതിൽ 1 കഷ്ണം ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ എന്താണ്? 1/2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് 1/4 ആണോ? അല്ല. അപ്പൊ ഇതിന് ശരിയടയാളം ഇടാൻ വേണ്ടി പറ്റൂല. ഇതിന്റെ 1/4 ആണോ ഷെയ്ഡ് ചെയ്തത്? ഇതിനും ഇങ്ങനെ മുറിച്ചു, ഇങ്ങനെ മുറിച്ചു. അപ്പൊ ഇവിടെ ഒരു കഷ്ണം കിട്ടി,
ഇവിടെ ഒരു കഷ്ണം കിട്ടി, ഇവിടെ ഒരു കഷ്ണം കിട്ടി, ഇവിടെ ഒരു കഷ്ണം കിട്ടി. ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങൾ ഇതിലും കിട്ടി. അതിൽ ഈ ഒരു കഷ്ണമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരേ വലുപ്പമുള്ള 4 കഷ്ണത്തിൽ ഒരു കഷ്ണമാണ് ഇതിലും ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയും 4/1 1/4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ 1/4 ആണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ അതിന് ടിക്ക് ഇട്ടു. അപ്പൊ 1/4 ഭാഗം ഷെയ്ഡ് ചെയ്തതൊക്കെ ടിക്ക് ഇടാനാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ 1/4 ആണ്, ഇതിന്റെ 1/4 ആണ്. രണ്ടിനും മാഷ് ശരിയായിട്ടാ കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. ആരും വിട്ടുപോകാതിരിക്കുക. ഇപ്പൊ അടുത്ത ആനുവൽ എക്സാം കഴിഞ്ഞ കുട്ടികളുണ്ട്, അവരോട് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ശ്രദ്ധിച്ച് പഠിച്ചു പോവാ. 4ാം ക്ലാസ്സിലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും ചെയ്യും. ഇതുപോലെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കേട്ടോ. അതുപോലെ മറക്കണ്ട, വൈകുന്നേരം 7:00 എക്സാമിന് വരുന്ന അതേ രൂപത്തിലുള്ള ഷൂറായിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും, ഇതൊരു ചോദ്യമേ ഉള്ളൂ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ലൈവിൽ പരിചയപ്പെടാം. എല്ലാവരും കൃത്യമായിട്ട് ലൈവിലും ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.